ഹലോ ഗൈസ്, ഒരു കാര്യം പറയുവാനായിട്ട് ആണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ വന്നത്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടാകുമോ അവിടെയൊക്കെ അവിശ്വാസികളും ഉണ്ടാകും. അൽ ബഹ്റ ഖുർആൻ 2-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള ആയത്തുകൾ വായിച്ചു നോക്കിയാൽ വിശ്വാസത്തെക്കാൾ അവിശ്വാസം എങ്ങനെ തഴച്ചു വളരുന്നു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അതിനെ കപടവിശ്വാസികളുടെ സ്വഭാവങ്ങൾ എന്ന് തന്നെ തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ സർവോന്നത പദവിയെപ്പറ്റി അൽ ബഹ്റ 30 മുതൽ 35 വരെയുള്ള ആയത്തുകൾ പറഞ്ഞതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി തന്നെ അവിശ്വാസം കാണിച്ചാൽ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിക്കാർക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ഇസ്രായേലിക്കാരുടെ ഹൃദയകാഠിന്യം എന്നിവ 72 മുതൽ 96 വരെയുള്ള ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ ലേവ്യർ 26:14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവിശ്വാസിക്ക് കൊടുക്കുന്ന കടുത്ത ശിക്ഷയെപ്പറ്റി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് ഇടറും. കാരണം ഇങ്ങനെ വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ, ഞാൻ ഇടയനെ അടിക്കും, ആട്ടിൻകൂട്ടം ചിതറും. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, 33-ാം വാക്യം, എല്ലാവരും നിന്നെക്കുറിച്ച് ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോവുകയില്ല. യേശു അയാളോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രിയിൽ തന്നെ കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ 3 പ്രാവശ്യം നീ തള്ളിപ്പറയും. പത്രോസ് അവനോട് പറഞ്ഞു, നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. 38-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണവേദനയോട് അടുത്ത ദുഃഖം അനുഭവിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. 40-ാം വാക്യത്തിൽ പറയുന്നു, പിന്നീട് അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അവർ ഉറങ്ങുന്നതായി കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അല്ലേ? അവൻ വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിയപ്പോൾ അവർ ഉറങ്ങുന്നതായി കണ്ടു. അതുകൊണ്ട് അവൻ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പോയി. 44-ാം വാക്യം, അതേ വാക്കുകൾ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. 12 പേരിൽ ഒരുവനായ യൂദ അവിടെ വന്നു. അയാളോടൊപ്പം വടിയും വാളുവേന്തിയ വലിയൊരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരുമാണ് അവരെ അയച്ചിരുന്നത്. ഒറ്റുകാരൻ അവർക്കിങ്ങനെ ഒരു അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ആൾ, അവനെ പിടിച്ചുകൊള്ളുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇവനാ മരപ്പണിക്കാരനല്ലേ, മറിയമിൻ്റെ മകൻ, യാക്കോബ്, യോസെ, യൂദ, ശിമയോൻ എന്നിവരുടെ സഹോദരൻ. അവർക്കവനോട് ഇറച്ചിയുണ്ടായി. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരു പ്രവാചകന് സ്വദേശത്തും ചാർച്ചക്കാരുടെ ഇടയിലും സ്വഭവനത്തിലും മാത്രമേ ബഹുമതി ലഭിക്കാതിരിക്കുന്നുള്ളൂ. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരുടെ വിശ്വാസമില്ലായ്മയിൽ അവൻ വിസ്മയിച്ചു. ഹിന്ദു പുരാണങ്ങളിൽ രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നതും ഇതുപോലൊരു വിശ്വാസമില്ലായ്മയുടെ ഭാഗത്താണ്. ലക്ഷ്മണനോട് സീത ചോദിക്കുവാണ്, രാമൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടാൻ പോയപ്പോൾ അവിടെ ഒരു അലർച്ച കേട്ടുകൊണ്ട് സീത പറയുക ലക്ഷ്മണനോട്, ലക്ഷ്മണ നീ ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കൂ. അപ്പോൾ ലക്ഷ്മണൻ പോകാതിരുന്നപ്പോൾ സീത അധിക്ഷേപ വാക്കുകളും ലക്ഷ്മണനെ അവിശ്വസിക്കുകയും ചെയ്തതാണ് ഇവിടെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകാൻ കാരണം. ഇവിടെ ഒരു അവിശ്വാസത്തിൻ്റെ കഥയാണ്. അഹല്യശിലയായിപ്പോയതും ഇതുപോലെ ഒരു അവിശ്വാസത്തിൻ്റെ കഥയുടെ ഭാഗമാണ്. അങ്ങനെ ഹിന്ദു, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസങ്ങളെല്ലാം നോക്കിയാലും വിശ്വാസവും അവിശ്വാസവും തോളോട് തോള് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാകുംഭമേള ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവിശ്വാസിക്ക് ചോദിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ സർവ്വ ദൈവങ്ങളും ലോകത്തിലുള്ള സർവ്വ ദൈവങ്ങളും അള്ളാഹു, യഹോവ ഇവരെല്ലാവരും അവിടെ ലോകത്തിലുള്ള സകലമാന ദൈവങ്ങളും കൂടിയാലും ആ താഴോട്ടൊഴുകുന്ന നദി മുകളിലേക്ക് ഒഴുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ നാളെ മുകളിലേക്കല്ലാതെ താഴേക്കാക്കുവാൻ ഈ ദൈവങ്ങളെ കൊണ്ടും ഈ സന്യാസിമാരെ കൊണ്ടും സാധിക്കുമോ എന്നുള്ളൊരു കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.